ഹലോ ഗൈസ്, ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നമ്മളൊരു വയനാട് ട്രിപ്പ് വന്നാണേ. അപ്പോൾ നമ്മളൊരു വീട്ടിലോട്ട് നല്ല അടിപൊളി ഗ്രില്ല് ചെയ്ത പോലെ ഉണ്ടാവും. പക്ഷേ നല്ല സാധാരണ കരിങ്കല്ലാണ്. കണ്ടോ, നല്ല ഇവിടെ നല്ല അടിപൊളി ഫ്ലവേഴ്സ് ഒക്കെ, കടലാസ് പൂവാണ്. ഇഷ്ടപ്പെടുന്നുണ്ടായിരിക്കും നിങ്ങൾക്ക്. നമുക്ക് ഉള്ളിലോട്ട് പോവാം. അടിപൊളി നക്ഷത്രത്തിൽ വരച്ചിട്ടുണ്ട്. നല്ല അടിപൊളി സണ്ണൊക്കെ വരച്ചിട്ടുണ്ട്. ഇതിൽ കൂടി പോയാൽ നമുക്ക് ബാക്ക് വില്ല എത്തുമ്പോൾ നമുക്ക് അടിപൊളി ആംബിയൻസ് കൊടുക്കും. അപ്പോൾ ഞാൻ പോകുന്നില്ല, പോവാം. ഇനി ഇങ്ങനെ നോക്കിയാൽ പിന്നെ ഇതാണ് കേട്ടോ ഇവിടെ അടിപൊളി ഏരിയ. ഇതാണ് ശരിക്കും പൊളി ആംബിയൻസ്. ഇങ്ങനെയൊക്കെ ഇഞ്ചാല് ഇവിടുന്ന് അടിപൊളി വ്യൂ ആണ്. ഹലോ, ഇത് പൊട്ടൊന്നുമല്ലമ്മ, ലാമ്പ്. നല്ല അടിപൊളി. ഇവിടുന്ന് നല്ല വ്യൂ ആണ് കാണുന്നുണ്ടായിരിക്കും. നല്ല വ്യൂ കാണുന്നുണ്ടായിരിക്കും നിങ്ങൾ. ഇതേപോലെ രങ്ങളൊക്കെ ഉണ്ട്. കുറച്ച് ഫോട്ടോഷൂട്ടൊക്കെ എടുക്കാം. നമ്മൾ നാളെയൊക്കെ പോവുള്ളൂ. ഇവിടെ ഒരു അടിപൊളി വയനാട് എന്ന് പറഞ്ഞാൽ നല്ലൊരു കാറ്റൊക്കെ അടി. ശരിക്കും പറഞ്ഞാൽ പാറി കളിക്കുകയാണ്. അങ്ങനെ നമ്മൾ താഴത്തെ എത്തിയിട്ടുണ്ട്. പിന്നെ ഇത് ഫുഡ് കോർട്ടാണ്. അടിപൊളി ഏരിയ ആണ്. നമുക്ക് ഇവിടെ ചിക്കൻ ഗ്രില്ല് ചെയ്യാം. അടിപൊളി ഒരു ആണെങ്കിൽ നോക്കൂ. നമുക്കിവിടെ ഇരിക്കാം, ഇവിടെയൊക്കെ ലഞ്ചൊക്കെ കഴിക്കാൻ ഇരിക്കൊക്കെ നല്ല സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇതപ്പോൾ ഒരു വലിയൊരു സാധനം, വേറെ ഒന്നുമല്ല. ഇതിനുള്ള ഗ്യാസ് ഇവർ സെറ്റ് ചെയ്തതാണ്. കൊള്ളാവോ? അടയ്ക്കണമെങ്കിൽ ജസ്റ്റ് ഒന്നിങ്ങനെ വലിച്ചിട്ട് ഇട്ടാൽ മതി. പ്യുവർ വാട്ടറാണ്. പിന്നെ ഇവിടെ നല്ല അടിപൊളി ലൈറ്റ്സൊക്കെ വരുന്നു. അപ്പോൾ അവിടെ നല്ല വ്യൂ ആണ്. നല്ല വ്യൂ എന്ന് വെച്ചാൽ നല്ല വ്യൂ ആണ്, അടിപൊളിയാണ്. അപ്പം നമുക്ക് നേരെ ഇതാണ് നമ്മൾ മേലത് കണ്ടില്ലേ, ആ ഒരു മരം അടിപൊളിയാണ്.
അപ്പോൾ നമ്മൾ ആ കണ്ട സ്ഥലത്ത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ കയറി നിൽക്കുകയാണ് കേട്ടോ. എന്താ ഇവിടെ നല്ല ഡാൻസൊക്കെ കളിക്കാൻ പറ്റും. അടിപൊളി വീഡിയോ തന്നെ, വ്യൂ തന്നെയാണ്. നമുക്ക് ഇവിടുന്ന് കണ്ടാൽ ആൾക്കാർ അവിടെ മേലെ ഇരിക്കാം. ഇവിടെ നല്ല ആംബിയൻസ്, നല്ല ഫോട്ടോസൊക്കെ എടുക്കാം. അപ്പം നമുക്ക് നേരെ ഉള്ളിലോ അടി നമ്മളിതാണ് ബാൽക്കണി. കയറുമ്പോൾ ഇവിടെ പലതും എഴുതിയിട്ടുണ്ട്. ഏത് തൂക്കിയിട്ടാണ്. പിന്നെ നമ്മളിങ്ങനെ ഉള്ളിൽ കയറിയാൽ അടിപൊളി സ്ഥലം തന്നെയാണ്. ഇതാണ് കേട്ടോ ഇവിടുത്തെ കിച്ചൺ എന്ന് പറയുന്നത്. കുഞ്ഞൊരു കിച്ചണാണ്. ഇതിലിങ്ങനെ നല്ല നിരത്തി വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫുഡ് തിരിച്ചതാ സ്പേസ് കോട്ടിലോട്ട് നമുക്ക് വീണ്ടും തിരിച്ച് വയ്ക്കാവുന്നതാണ്. കിച്ചണിക്കുള്ള വ്യൂ ആണ്. പിന്നെ ഈ അരി അങ്ങനെ ജഗ്, ഇവിടെയും വയ്ക്കുന്നുണ്ട്. ഇത് ഓവനാണ്. നമ്മളിങ്ങനെ തുറക്കാം. ഇത് പിന്നെ നമ്മളെ ചായ ഫ്ലാസ്ക്കാണ്. നമുക്കിതിപ്പോൾ കയറിയിരുന്ന പിന്നെ ഇതാണ് ഇവിടുത്തെ സ്ഥിതി. നമുക്ക് പുറത്തത്തെ കാഴ്ചയും കാറ്റും കൊണ്ട് ഫുഡ് കഴിക്കാൻ പറ്റിയ ഒരു സ്പോട്ടാണ്. കുളിനറ് നല്ല അടിപൊളി. ഇതാണ് നമ്മുടെ ഫ്രിഡ്ജിലും അങ്ങനെ ഒന്നുമില്ല. പിന്നെ ഈ ഒരു സാധനം നിങ്ങളെ കാണും. ഇത് ക്യാൻഡിൽസൊക്കെയാണ്. പിന്നെ ഈ ഭാഗം എന്താ വെച്ചാൽ ക്യാൻഡിൽസ് ഇട്ടിട്ട് നമ്മളിതാ ഇങ്ങനെ വയ്ക്കുക. ക്യാൻഡിൽ ഇങ്ങനെ വെച്ചിട്ട് നമുക്കിങ്ങനെ തീ കൊടുത്താൽ മതി. ഞാൻ തീ കൊടുക്കുന്നില്ല, അപ്പോൾ ആവശ്യമില്ല. പിന്നെ പ്ലേറ്റ്സ്, വേറൊരു സ്ഥലമാണ് ഇത്. 2 കർട്ടൻ വരുന്നുണ്ട് ഇവിടെ. അപ്പോൾ നമ്മൾ 2 അടിപൊളി വ്യൂ. നമുക്ക് കറക്റ്റ് നമുക്ക് പുറത്തത്തെ എല്ലാ വീഡിയോസും എല്ലാം കറക്റ്റ് ഞാൻ ഈ മരം കാണിച്ചു തരാം. ഇതാണ് ഞാൻ ഇവിടുത്തെ ഗ്ലാസ്സൊക്കെ അടിപൊളിയാണ്. ഇവിടെ നല്ലൊരു ആംബിയൻസ് തന്നെ കിട്ടും. നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇവിടെ കിടക്കാം. അത് ഈ ഫുഡ് കോർട്ട്, നമ്മൾ നേരത്തെ കാണിച്ചു തന്ന ഫുഡ് കോർട്ടിൻ്റെ ഇപ്പുറത്ത് തന്നെയാണ് ഈ സോഫ വരുന്നത്. പിന്നെ TV ഉണ്ട്. പിന്നെ അടിപൊളി ലൈറ്റ്സൊക്കെ വരും. ഈ റൂം അടിപൊളി റൂമാണ്. നമുക്ക് ഇവിടെ നിന്ന് ഒരു സ്ഥലത്തേക്ക് പോകാം. ഇതാണ് നമ്മുടെ ബാൽക്കണി. ഇത് അടിപൊളി എല്ലാ വ്യൂവും കാര്യങ്ങളൊക്കെ കിട്ടും. നമുക്കിവിടുന്ന് നേരെ കാണാം.
നമ്മൾ ഡൈനിങ് ഹാളിലോട്ട് കയറാം. ഇട്ടിരിക്കുകയാണ്. ആ റൂമിലോട്ട് കയറാം. അടിപൊളി വ്യൂ. ഞാൻ കുറച്ച് എനിക്ക് കാണിച്ചു തന്നു. പിന്നെ ഇവിടെ വലിയൊരു മരം ഉണ്ട് കേട്ടോ, നല്ല അടിപൊളി. എന്നാൽ ഞാൻ പോകും. ചുറ്റിപ്പറ്റി കാണിച്ചു കൊടുക്കുകയാണ്. ഇവിടെ അങ്ങനെ ഗൈസ് നമ്മൾ ഫുൾ ഹോം ടൂർ ചെയ്തതിന് ശേഷം നമ്മുടെ ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. ടാറ്റ ബൈ ബൈ.